എൻ്റെ പേര് മേരി ജോൺ, കുരിക്കൽ പാലത്തിങ്കൽ, പഴങ്ങനാട്. ഞങ്ങളുടെ ചർച്ച് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച്. എനിക്ക് 4 മക്കളാണ്. 4 പേരെയും കല്യാണം കഴിച്ച് ഇപ്പോൾ 10 പേരക്കിടാങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ പള്ളിയിലേക്ക് പോകുകയാണ്. ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ എനിക്ക് സാധിക്കില്ല. എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ട്, ഇനി പോകാൻ പറ്റാത്ത അവസ്ഥയായ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പരിശുദ്ധ അമ്മയാണ് എന്നെ മരണത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത്. അമ്മയുടെ മകനിലൂടെയാണ് എനിക്ക് ഈ ശക്തി തന്നത്. അന്ന് മുതൽ ഞാൻ ജപമാല ഭക്തിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദേവാലയത്തിൽ ചെന്നാലും ജപമാല തുടരും. 6 മണിക്ക് 6:30 ദിവ്യബലിയിൽ സംബന്ധിക്കും. അത് കഴിഞ്ഞ് സിംതേരിൽ പോയിട്ട് തിരിച്ചു വരാറുള്ളൂ. രാവിലെ പള്ളിയിൽ പോണേക്ക് മുന്നേ 4 മണിക്ക് ഞാൻ എണീക്കും. 4 മണിക്ക് എണീറ്റ് എനിക്ക് എക്സസൈസ് ഉണ്ട്. എക്സസൈസ് 5 മണി വരെ ചെയ്യും. ഇത് കഴിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അന്നത്തെ ദിവസത്തെ ആ ജീവിതത്തേക്ക് നമ്മൾ സമർപ്പിക്കും. മക്കളെ എല്ലാം സമർപ്പിച്ചിട്ട് ഒരു സ്വർഗസ്ഥനായതാവും, ഒരു വിശ്വാസ പ്രമാണം, 3 നന്മ അറിഞ്ഞൊരു ഒരു തൃത്യസ്ഥിതിയും ചെല്ലും. ഇത് കഴിഞ്ഞ് ബൈബിൾ ഒരു ഭാഗം വായിച്ചിട്ട് അന്നത്തെ വിശുദ്ധൻ്റെ ഭാഗം കൂടി വായിച്ചിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ ദിനചര്യകളിലേക്ക് കിടക്കാം. ഇത് കഴിഞ്ഞ് പ്രായമെത്തിയ അമ്മയുണ്ട്. അമ്മയ്ക്ക് ഒരു പാലിൽ ഓട്സ് കലക്കി കൊടുത്തിട്ട് രാത്രി പള്ളിയിലേക്ക് 5:30 ഇറങ്ങും. 5:30 പള്ളി പോണ സമയത്ത് ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ 91 സങ്കീർത്തനം തുടങ്ങും. ഇത് കഴിഞ്ഞ് 23 സങ്കീർത്തനം, പിന്നെ 43 സങ്കീർത്തനം. ഇത് കഴിഞ്ഞ് മാതാവിൻ്റെ സ്തോത്രഗീതം, ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോഴേക്കും പള്ളിയിലേക്ക് എത്തും. പിന്നെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കും. ജപമാലയുണ്ട്, ജപമാല തുടങ്ങണം. അപ്പോൾ മാതാവിനോട് പറയും, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് ഇടവക ജനത്തിലേക്കും അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ നിറഞ്ഞു നിന്നുകൊണ്ട് തെറ്റുകൂടാതെ കർത്താവിന് സ്വീകാര്യമായ വിധത്തിലും മനുഷ്യർക്ക് വിശ്വാസയോഗ്യമായ വിധത്തിലും ഇന്നത്തെ ജപമാല ചെല്ലുവാൻ വേണ്ട കൃപ അമ്മ എനിക്ക് തരണമേ. അമ്മ അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്ക് ജപമാല തുടങ്ങും. 6:30 ആകുമ്പോഴേക്കും ജപമാല അവസാനിക്കും. അത് കഴിഞ്ഞ് വിശുദ്ധ ബലി 6:30 ആരംഭിക്കും. വിശുദ്ധ ബലിയും കഴിഞ്ഞ് സിംതേരിലും പോയിട്ട് മരിച്ച വിശ്വാസികളുടെ ചൊല്ലി വീട്ടിലേക്ക് പോരും. വീട്ടിൽ വന്ന് വീട്ടിലെ ദിനചര്യകൾ തുടങ്ങും. 2004 എനിക്ക് ബോൺ ക്യാൻസർ വന്നതാണ്. എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ 3 ഡിസ്ക് തീർത്ത് പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൊളറിടാൻ പറഞ്ഞു. അന്നേരം മുതൽ കൊളറിട്ടു. അതല്ലെന്നുണ്ടെങ്കിൽ 2 2ആയിട്ട് വിട്ട് കിടക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും പഴങ്ങനാട് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബോൺ ക്യാൻസർ തന്നെയാണെന്ന്. അത് കഴിഞ്ഞ് അവർ MRI ചെയ്യാൻ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴും ബോൺ ക്യാൻസർ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അമൃതയിലേക്ക് വിട്ടു. അമൃതയിലെ ടെസ്റ്റുകളെല്ലാം ആയിരുന്നു. തുറന്ന് ഓപ്പറേഷൻ ചെയ്യണ വരെ 1 മാസം മുഴുവൻ ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിലെല്ലാം ബയോപ്സിക്ക് എടുത്തതിലും ബോൺ ക്യാൻസർ തന്നെയായിരുന്നു. തുറന്ന് ഓപ്പറേഷൻ നടത്തി. കഴുത്തിൽ ഇവിടെ ഫ്രണ്ടിലാണ് തുറന്നത്, ബാക്കിൽ 2 പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള ഫിസിഷ്യനെ കണ്ടോ, വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പെയിൻ കില്ലർ മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. തന്നെയും വേദന തുടങ്ങി കഴിഞ്ഞപ്പം നമ്മൾ പഴങ്ങനാട് തന്നെ പോയി. ആദ്യം കണ്ട ഡോക്ടറെ തന്നെ കണ്ടു. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് 99% എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് ബോൺ ക്യാൻസർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വേഗം നമ്മൾ അമൃതയിലേക്ക് തന്നെ പോയി. അമൃതയിൽ പോയി എന്നെ പുറത്ത് നിർത്തിയിട്ട് ഹസ്ബൻഡ് എന്നെ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ പറയണേന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സ്ലൈഡ് തന്നു വിടാം, നിങ്ങൾ ലിസ്സിയിൽ പോയി ടെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ലിസ്സിയിൽ അത് കൊണ്ടു ചെന്നേക്കുമ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങണ നേരത്ത് മൂത്ത മോള് +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇളയ മോള് 2ൽ പഠിക്കുന്നു. അപ്പം അവൾക്ക് നഴ്സിങ്ങിന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ നിന്ന് വിളിച്ചേക്കാണ്, അവൾക്ക് അവിടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് ഫോം മേടിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ചെന്ന്. അപ്പോൾ സിസ്റ്റർ വെച്ച്, നിങ്ങൾ എവിടെ നിന്ന് വന്നതാ? അപ്പം ഇങ്ങനെ പറഞ്ഞു. ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു അന്നേരം തുടങ്ങി. പരിശുദ്ധ അമ്മ യേശുവിലൂടെ എന്നെ കൈപിടിച്ച് നടത്തിയായിരുന്നു. കുടുംബത്തിലൂടെയും ജീവിതത്തിൽ മൊത്തം യേശുവിൻ്റെ ഇടപെടലായിരുന്നു. അങ്ങനെ ആ ഫോം മേടിച്ചു കൊണ്ടുവന്നു. ഇവിടെ വന്ന് കൊച്ചിന് കൊടുത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിൻ്റെ കാര്യങ്ങൾക്കൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കസിൻ ഒരു അച്ഛനുണ്ട്. അച്ഛൻ വന്നിട്ട് പറഞ്ഞു,
ഞാൻ പൈസ തരാൻ, നിങ്ങളുടെ കയ്യിലുണ്ടാവുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പൈസ തന്ന് കൊച്ചിനെ കൊണ്ടാക്കി. പപ്പയുടെ പെങ്ങളും കുടുംബമൊക്കെ വന്നിട്ട് വീട്ടിലെ മക്കൾക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കണം. ഇവിടുത്തെ അപ്പനും അമ്മയും എല്ലാവരും കൂടി. എൻ്റെ വീട്ടുകാരും അമ്മയുടെ പ്രാർത്ഥന ഭയങ്കരമായിരുന്നു മാതാവിനോട്. ആങ്ങളെ അച്ഛനുണ്ട്. അച്ഛൻ ഓപ്പറേഷൻ്റെ സമയത്ത് ഇവിടെ ചിറ്റൂര് ധ്യാനത്തിന് പോയേക്കായിരുന്നു. വന്നു എൻ്റെ അടുത്ത് നിന്ന് എന്നെ കണ്ടു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന. നാട്ടിലും ഇവിടെ ഇരുന്നത് ജോൺ അയ്യനാടനച്ഛനായിരുന്നു അന്നേരം ഇടവകയിൽ. അച്ഛൻ വീട്ടിൽ വന്ന് എന്നെ രണ്ടാമത് കൊണ്ടുപോയി സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളില്ല. അപ്പോൾ മോളോട് ചോദിച്ചു, മമ്മി എന്തിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോയേക്കാന്ന് പറഞ്ഞു അന്ന് ഞാൻ മമ്മി വന്നിട്ട് വെഞ്ചിരിക്കാന്നും പറഞ്ഞ് താഴത്തെ വീട്ടിലേക്ക് അച്ഛൻ പോയി. നിനക്ക് സീറ്റ് കിട്ടിയോന്ന് വെച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്ക് സീറ്റ് ഞാൻ ഇവിടെ പഴങ്ങനാട് എനിക്ക് 2 സീറ്റുണ്ട്, അത് ഞാൻ മേടിച്ചു തന്നേക്കാം, പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാലെയാണ് പിന്നെ ലിസിന്ന് വിളിക്കണത്. അങ്ങനെ കൊച്ചിന് നഴ്സിങ്ങിന് അവിടെ കിട്ടി. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നടത്തി. എന്നെ ഓപ്പറേഷനും കഴിഞ്ഞ് കൊണ്ടുവന്ന് പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ലൈഡ് പരിശോധിച്ചപ്പോൾ ബോൺ TB എന്ന് സ്ഥിരീകരിച്ചു. ഇത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി സിസ്റ്റർ വന്നേച്ചും മദർ തെരേസയുടെ മഠത്തിലാണ് ചേച്ചി തിരിശേഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാ സിസ്റ്റേഴ്സിനും മദർ മരിച്ചു കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ടായി. അത് തന്നിട്ട് പറഞ്ഞു, നീ ഇത് വെച്ച് പ്രാർത്ഥിച്ചോ. മാതാവിനോട് പ്രാർത്ഥിച്ചാണ് മദറിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തില്ലായ്മയാണെങ്കിലും ഏത് കാര്യം നടത്തിയിരുന്നത്. അതുപോലെ നീ മാതാവിനോട് കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്ക്. മദർ തെരേസയുടെ തിരിശേഷിപ്പ് വേദനയുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മലങ്കെടുപ്പ് കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അടുത്ത് കിടന്നിട്ട് ഈ വേദനയുള്ള ഭാഗങ്ങൾ, വേദന എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങ് വരും. അതിങ്ങനെ ചുട്ടു പൊള്ളണ മാതിരി അങ്ങനെ നിൽക്കും. അത് 1 മണിക്കൂർ നേരം വരും പോവും, ഇങ്ങനെയായിട്ട് വേദന വന്നിട്ടിരുന്നു. അത് ഓരോ പാർട്സ് തിരിച്ചാണ്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 15 ദിവസം, അങ്ങനെയാണെങ്കിൽ 15 ദിവസം പുറം, പിന്നെ പക്കം വരിയിൽ കൈ, അങ്ങനെയൊക്കെ ആയിട്ട് 15 ദിവസം. കാലോടുകൂടി 2 മാസം ആ വേദന നിന്നു. പെയിൻ കില്ലർ കഴിച്ചാലൊന്നും വേദന മാറില്ലായിരുന്നു. ആ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും മാതാവ് എടുത്ത് മാറ്റി, വേദന തീർത്ത് മാറി. അത് കഴിഞ്ഞ് അപ്പോൾ ഭർത്താവ് അടുത്ത് കിടന്ന് തഴകി തന്നേച്ചും പറയും, അമ്മേ തായേ അമ്മയ്ക്കേകം മകൻ എന്നുള്ള പാട്ട് പാടിക്കെടുക്കും. അങ്ങനെ എന്നെ തഴകിക്കൊണ്ടിരുന്നു. അങ്ങനെ 2 മാസം കൊണ്ട് എൻ്റെ വേദന എടുത്ത് മാറ്റി അമ്മ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിന് പോകണമെന്ന് ഒരാഗ്രഹം തോന്നി, താമസിച്ച് ധ്യാനം കൂടണമെന്ന്. അങ്ങനെ ധ്യാനത്തിന് പോയി. ചിറ്റൂരാണ് ധ്യാനത്തിന് പോയത്. അവിടെ ഡയറക്ടർ നമ്മുടെ ജോബച്ചനായിരുന്നു. അങ്ങനെ ധ്യാനത്തിന് പോയപ്പം ഇവിടെ തന്നെ ഭർത്താവ് തന്നെയാണ് കൊണ്ടിരുത്തി കുളിപ്പിക്കുകയും ഭക്ഷണം തന്നുകൊണ്ടൊക്കെ ഇരുന്ന്. അടുത്ത വീട്ടിലെ വല്യപ്പം വന്ന്, പ്രായമായവർക്ക് മരിക്കേണ്ട സമയമൊക്കെ അറിയാം, അവരങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ആ വല്യപ്പം വന്ന് വെള്ളം തൊട്ട് തന്ന് അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളുടെ കസിൻ ബ്രദർമാർ വന്ന് വെളുപ്പിന് 3 മണി വരെയൊക്കെ ഇരിക്കും. എപ്പോഴാണ് മരിക്കണേന്ന് അറിയില്ലല്ലോ ഒന്നും. അത് സ്കാനിങ്ങിലൊക്കെ നമ്മളുടെ ശരീരത്തിൽ മൊത്തം സ്പ്രെഡായിരുന്നു എല്ലായിടത്തും. നമുക്ക് ഇത് നമ്മളെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അത് മൊത്തം സ്പ്രെഡായേക്കായിരുന്നു. വയലറ്റ് മഷി കളറിൽ, മഞ്ഞ കളറിലുള്ള അസ്ഥികൂടം പോലെ ഇരിക്കണേൽ വയലറ്റ് മഷിയിൽ മൊത്തം സ്പ്രെഡായേക്കായിരുന്നു. ആ അവസ്ഥയിലാണ് ധ്യാനത്തിന് പോകണമെന്ന് തോന്നി. അങ്ങനെ ധ്യാനത്തിന് പോയപ്പം മക്കൾ തന്നെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് തന്ന്. 5 ദിവസം എനിക്ക് ലഗേജ് ഒന്നും എടുക്കാൻ പാടില്ല, ഞാൻ കിടന്ന കിടപ്പിലാണ് പോണത്. പോയി അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ കുളിച്ചോളാം. ഇവിടെ ചെന്ന് ഇവർ കുളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ കുളിച്ചു, പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ആരാധനയുടെ സമയത്തൊക്കെ മുട്ടുകുത്തണം എന്നുള്ള ഭയങ്കര ചിന്ത മനസ്സിൽ. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിലും പള്ളിയിലും അച്ഛൻ ഇടവകയിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജനങ്ങളോടെല്ലാം. അങ്ങനെ ഈ കോൺവെന്റിലെ ഒരു സിസ്റ്റർ ഞങ്ങളുടെ കൂടെ, ആസ്പത്രിയിലുള്ള ഒരു സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. 500 പേരാണ് ധ്യാനത്തിനുള്ളത്. അപ്പോൾ ആ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് എനിക്കും ആരാധനയുടെ സമയത്തൊക്കെ എന്നേലും പ്രായമുള്ളവർ മുതൽ മുട്ടുകുത്തണം. അപ്പം എനിക്കും മുട്ടുകുത്തണം എന്ന് ആഗ്രഹം. അങ്ങനെ ഞാൻ മുട്ടുകുത്തിപ്പില്ല കാരമുള്ളിയിൽ കുത്തണ മാതിരിയായിരുന്നു മുട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് എണീക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. പിന്നെ പ്രേക്ഷിതർ വന്ന് എന്നെ എണീപ്പിച്ച് ചിറയിലിരുത്തി. പിന്നെ ഞാൻ മുട്ടുകുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് 3-ാം ദിവസം ഉണ്ട് അച്ഛൻ വന്നേച്ചും പറഞ്ഞ്, ജോബച്ചൻ അന്ന വന്നേ, അച്ഛൻ ഈ റോഡ് പോയേക്കായിരുന്നു. അന്ന് വന്നേച്ചും പറഞ്ഞ് കോളർ എടുത്ത് മാറ്റിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളർ എടുത്ത് മാറ്റി. പിറ്റേ ദിവസം രാവിലെ കുമ്പസാരം, ഇത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് രോഗശാന്തി ശുശ്രൂഷയാണ്. അപ്പം അന്ന് ഡിസംബർ 8 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളുമാണ്. അപ്പം അച്ഛൻ പറഞ്ഞ്, എല്ലാവരും ഇന്ന് കുമ്പസാരത്തിനുള്ള പാപങ്ങളൊക്കെ ഒരു പുസ്തകത്തിൽ നോക്കി വിളിച്ച് പറഞ്ഞിട്ടിരിക്കും. അപ്പം അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി പേപ്പറിൽ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ആ പേപ്പർ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് പോയി കുമ്പസാരം നടത്തുന്നത്. അങ്ങനെ ആ പേപ്പറിൽ നോക്കി കുമ്പസാരിച്ചു. തലേ ദിവസം അച്ഛനിങ്ങനെ പറഞ്ഞ പോലെ വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് അൾത്താരയുടെ അരകിൽ വന്നിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു.
രോഗശാന്തിക്ക് വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് കുമ്പസാരം നടത്തി. കുമ്പസാരം കഴിഞ്ഞ് രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് മെയിൻ ഹാളിൽ ചെന്നിരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അച്ഛൻ ശുശ്രൂഷയുടെ സമയത്ത് വന്നിട്ട് രോഗികളെയൊക്കെ സൈത്ത് പൂശിയുള്ള ശുശ്രൂഷയുണ്ട്. അന്നേരം അവിടെ ചെന്നിരുന്നപ്പോൾ തുടങ്ങി ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ ടെൻഷനും ഇല്ല, ഭയവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചുമ്മാ പൊട്ടിക്കരയാം. ഇത് കഴിഞ്ഞ് അച്ഛൻ ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴൊക്കെ ഞാൻ കാല് തൂക്കിയിട്ടിരുന്നിട്ട് കാലയിലൊക്കെ നിറച്ച് നീരായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നേച്ചും ഇവിടെ മലങ്കെടുപ്പ് കിടന്ന് ഞാനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നീര് വന്ന് മെത്തിയൊക്കെയായിരുന്നു. എന്നിട്ട് കാലയിൽ തന്നെ സൈത്ത് പൂശി പ്രാർത്ഥിക്കണം നേരത്ത് പ്രേക്ഷിതർ എൻ്റെ പുറകിൽ നിന്നിട്ട് പറഞ്ഞു, നല്ലോണം സ്തുതിച്ചോളാൻ പറഞ്ഞു. ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ കൈക്ക് വിറ വന്നു. ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി. കൈ അന്നേരം ഒന്നും പൊക്കാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോണ്ട് അങ്ങനെ അത് നമ്മൾ കണ്ണടച്ചിരുന്നാണ് സ്തുതിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കണ്ണടച്ച് സ്തുതിക്കുന്ന സമയത്തുണ്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കുരിശു രൂപത്തിൽ കർത്താവ് കിടക്കണത്, പിന്നെ പ്രാവിന്റെ രൂപം, പിന്നെ മാതാവിനെ നമ്മൾ ഓശാനയുടെ സമയത്തൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കാം, അങ്ങനെ ഒരു രൂപം, പിന്നെ സക്രാരി, ഇങ്ങനെയൊക്കെ എനിക്ക് കാണാം. അത് കഴിഞ്ഞാൽ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ആൾത്താരെ കയറി മറ്റു ശുശ്രൂഷകൾക്കായിട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് 3 പ്രാവശ്യം ദർശനം കിട്ടി. ഒരു പ്രാവശ്യം അച്ഛൻ പറഞ്ഞു ബോൺ TB ബാധിച്ചേക്കണം മകളെ, കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2ാം പ്രാവശ്യം പറഞ്ഞു സുഖപ്പെടുത്തി. 3ാം പ്രാവശ്യം പറഞ്ഞു പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എണിക്കാനും കൈ പൊക്കാനും സ്തുതിക്കാനും മറ്റുള്ളവരെ പോലെ കൈയൊക്കെ കൊട്ടി പാടാനും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി, മുട്ടുകുത്താനും ഒക്കെ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഓട്ടോയ്ക്ക് പോയത്, ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് ബസ്സിനാണ്. അപ്പോൾ ആ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആലുവ വരെ ഞങ്ങൾ എടപ്പള്ളിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നതിന് ശേഷം നേരിട്ട് തറവാട്ടിൽ പോയി അപ്പനെ അമ്മേനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ അത്ഭുതം. ഇങ്ങനെ കിടന്നിരുന്ന ആള് ഇതിലും നടന്നു പോണ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷ, ഇതെന്താ ഏതാന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ 2004 സംഭവം നടക്കുന്നത്. എനിക്ക് 39 വയസ്സ് തീരാൻ പോണ സമയം. ഇന്ന് വരെ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പച്ചൻ പറഞ്ഞെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടാവുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് കെ പണിക്കരായിരുന്നു ഡോക്ടർ. അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്ന് ചിരിച്ചു. ഡോക്ടർക്ക് പല കേസുകൾ വരണ്ടാവായിരിക്കാം, നമുക്ക് ആദ്യമായിട്ടുണ്ടായ സംഭവമാണത്. അപ്പോൾ ഡോക്ടർ ചിരിച്ചു കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് മജ്ജ വന്ന് മൂടി. അതിൻ്റെ താഴെയും കൈയെത്തിച്ചെത്താത്തവിടുത്തെ ഒരു ഇച്ചിരി പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അസ്ഥി. അവിടെ ഒന്നും ചെയ്യേണ്ട, തന്നെ മജ്ജ വന്ന് മൂടിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു. കുറേ നാളത്തേക്കൊക്കെ അവിടെ വേദനയും ഇപ്പോഴും നീർക്കെട്ട് വരുമ്പോൾ ഒരു ചെറിയ അണപ്പൊക്കെ വരാറുണ്ട്. അന്ന് അത് കഴിഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു മജ്ജ വന്ന് മൂടിയിട്ടുണ്ട്, ബോൺ TB ആയതുകൊണ്ട് നമുക്ക് 1.5 വർഷത്തെ ഒരു കോഴ്സാണ്, ആ മരുന്ന് കഴിക്കണം, അത് കഴിഞ്ഞ് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ 1.5 വർഷം ആ മരുന്ന് കഴിച്ചു. ഇന്ന് ഒരു മരുന്നും ഇല്ലാണ്ട് എന്നെ പരിശുദ്ധ അമ്മയുടെ മകനിലൂടെ കൊണ്ട് നടക്കണം. രോഗസൗഖ്യം കിട്ടിയതിന് ശേഷം പിന്നെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്ത് 2 ഹിന്ദുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതൊരാണും ഒരു പെണ്ണും ഉള്ളു അവിടെ. ആ പെൺകൊച്ചിന് 3 വർഷമായിട്ട് മാട്രിമോണിയിൽ കൊടുത്തിട്ട് കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവർ. ആ കൊച്ച് ജോലിക്ക് പോകുന്നുണ്ട് കടവന്ത്ര. ജോലി കഴിഞ്ഞ് 6 മണിയായിട്ട് വീട്ടിലെത്തുള്ളൂ. അപ്പം ഞാൻ ആ കൊച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി മദർ തെരേസയുടെ തിരുശേഷിപ്പ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ 9 ദിവസം അന്ന് വീട്ടിലേക്ക് വായു, എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് ജപമാല ചെല്ലാന്ന് പറഞ്ഞു. അപ്പം ആ കൊച്ചു സമ്മതിച്ചു. കല്യാണമാണല്ലോ, എന്താ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയെന്ന് എനിക്കറിയില്ല, എന്നോട് മാതാവ് പറയിപ്പിക്കണമായിരിക്കാം. ഞാൻ പറഞ്ഞു 6 മാസം കൊണ്ട് നടക്കുമെന്ന് വിചാരിച്ചാൽ അതേട്ടോ കല്യാണമാണല്ലോ എന്ന് പറഞ്ഞു. കൃത്യം 6 മാസം തികഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ, അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വിറ്റ് പോന്നേരുന്നു, തറവാട്ടിലായിരുന്നു. അപ്പം ആ കൊച്ച് കല്യാണം നിശ്ചയിച്ചു.
അപ്പോൾ അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കല്യാണ നിശ്ചയമാണ് എന്ന് പറഞ്ഞു. കൃത്യം 6 മാസം തികഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ അവരുടെ നിശ്ചയത്തിന് ഞാൻ വിളിച്ച് ചെന്നപ്പോൾ ഉണ്ട് അവരുടെ ഷോക്കേസിൽ മദറിൻ്റെയും മാതാവിൻ്റെയും ഫോട്ടോ വെച്ചേക്കണം. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇത് തോന്നി. അത് കഴിഞ്ഞ് പള്ളിയിൽ പ്രാർത്ഥന ഗ്രൂപ്പ് നടത്താനുള്ള ആ ഒരു അനുവാദം കിട്ടി. ജോൺ അയ്നാടൻ അച്ഛനുള്ളപ്പോൾ ഇങ്ങനെ രോഗസൗഖ്യമൊക്കെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ പോയതിന് ശേഷം സേവ്യർ തേലക്കാട്ട് അച്ഛനാണ് 5 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ഉള്ളപ്പോൾ 5 വർഷം ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തിയിരുന്നു. ഒത്തിരി പേര് വരുമായിരുന്നു. ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിനും മക്കളൊക്കെ അന്ന് ഇളയവള് 2ലും മൂത്തവള് +2 ആയിരുന്നു. ഇന്നൊക്കെ ആ മക്കള് കല്യാണം കഴിച്ച് 4 പേരെയും കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നത്. ഇപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമായിട്ട് ഈ ഭവനത്തിൽ ജീവിക്കണേ. എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ ആങ്ങളച്ഛനുണ്ട്, ചേച്ചി സിസ്റ്ററുണ്ട്, എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഈ കാര്യത്തിൽ. അത് കഴിഞ്ഞ് ഈ അനുഗ്രഹം കിട്ടിയതിന് ശേഷം നമ്മളുടെ ഇടവകക്കാരൻ തന്നെ അപ്പം ജനങ്ങളിലേക്കെല്ലാം ഈശോയും മാതാവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല, ആളായിട്ട് ഒന്നുമില്ല, ഇടവക്കാരനാണ്. പക്ഷെ ആ ആള് ഈ അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു, എടാ നിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ അനുഗ്രഹം കിട്ടിയെന്ന് കേട്ടു, ഞാനൊരു നേർച്ച നേർന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന പൂവുകൊണ്ട് ഒരു മാല പുറത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കണം, തിരിയും കത്തിച്ചിട്ട് പോരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ നേർച്ച നിറവേറ്റി. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വല്യപ്പൻ്റെ മോനൊരാൾ നേർന്നു യൂദാസ്ലിയുടെ അടുത്ത് തേവരെ പോയി തിരി കത്തിച്ച് ആ നൊവേനയിലും സംബന്ധിച്ച് പോരണമെന്ന്. അതും ചെയ്തിട്ട് പോന്ന്. അങ്ങനെ നാട്ടിലും വീട്ടിലൊക്കെ ഒത്തിരി അത്ഭുതമായിരുന്നു അത് തമ്പുരാൻ്റെ ഈ അനുഗ്രഹം കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് യേശുനാഥനിലൂടെ ഒരു അനുഗ്രഹം കൂടി എനിക്ക് തന്നു. എനിക്ക് 4 മക്കളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 3ാമത്തെ മോള് ബിടെക്കിന് പഠിക്കുമ്പോൾ അവള് കൊടകര സഹൃദയിലാണ് പഠിച്ചത്. അവളെ ചേർത്ത് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊരു പനി, തലവേദന ഒക്കെ വന്നു. അത് കഴിഞ്ഞ് അവരുടെ ഹോസ്റ്റലിലെ സിസ്റ്റർ തന്നെ കോട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ഒരാഴ്ചയ്ക്കുള്ള മരുന്ന് മേടിച്ച് അവളെ വിട്ടു. ഇനി പനി മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും അവൾക്ക് പിന്നെ പുറം വഴി വേദനയും കൂടിയും തുടങ്ങി, തലവേദന തുടങ്ങി, പനിയില്ല. ഇത് രണ്ടും അവള് വിട്ടു മാറണില്ല. ഇത് കഴിഞ്ഞ് ഇവിടെ തന്നെ പഴങ്ങനാട് സമരിറ്റനിൽ തന്നെ കൊണ്ടു ചേർത്ത് ഒരാഴ്ച ഡോക്ടർ അവളെ ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ടും ഡോക്ടർക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റണില്ല. അവൾക്ക് എണീറ്റ് നിൽക്കാനും പറ്റണില്ല. അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ലിസിയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലിസിയിൽ കൊണ്ടുപോയി ഒരാഴ്ച ICU കിടന്നു. അവർ MRI അങ്ങനെ എല്ലാ ടെസ്റ്റുകളും അവരവിടെ നടത്തി. കുറച്ച് മരുന്നൊക്കെ തന്ന് വിട്ടു. ഇത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം അവൾ കോളേജിൽ പോകാൻ യാത്രയാവും, അവൾക്ക് പോകാൻ പറ്റണില്ല. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമർദയിൽ പോയി രാവിലെ 8 മണിക്ക് അവിടെ ചെന്ന് വൈകിട്ട് 9 മണി വരെ ടെസ്റ്റുകൾ തന്നെ. ആ ടെസ്റ്റുകൾ മുഴുവൻ നടത്തി അവർ വിട്ടിട്ട് പറഞ്ഞു പിറ്റേ ദിവസം സൈക്യാട്രീനെ കാണാൻ പറഞ്ഞു. ആരും മരുന്നൊന്നും തന്നു വിടാനുള്ള രോഗം കണ്ടുപിടിക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ കസിൻ സിസ്റ്റർ തന്നെ ചേർത്തല കോൺവെന്റിലേക്ക് വിളിപ്പിച്ച് അവളെ അവിടെ 3 ദിവസം നിർത്താൻ പറഞ്ഞ് അവർ കൗൺസിലിംഗ് ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവളെ പറഞ്ഞു വിട്ടു. അവൾ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ ഇപ്പോൾ സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ പ്രാർത്ഥന ഗ്രൂപ്പ് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഉപവാസം എടുത്താണ് പ്രാർത്ഥനയ്ക്ക് പോണത്. പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ അഴിഞ്ഞ് വന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ നേരത്തെ സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു. ഇപ്പോഴും അവൾക്ക് പോകാൻ പറ്റിയില്ല, ഹോസ്റ്റലിൽ കിടക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും, പള്ളിയിൽ ചെന്നിട്ട് ഒരു രഹസ്യം ഇവൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ഇവളെ ചാപ്പലിൽ കൊണ്ടിരുത്തി ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിൽ ചെന്ന് ഒത്തിരി പേരുണ്ട് പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഒരു രഹസ്യം മാതാവിനോട് ഇവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പോന്നു. ഇത് കഴിഞ്ഞ് വൈകിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവൾ എണീറ്റു. ഇപ്പോൾ സിസ്റ്റർ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ട് അങ്ങനെ കുളിച്ച് വന്നിരുന്ന് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. പിന്നെ അവളിൽ അസുഖം ഉണ്ടായിട്ട് എൻ്റെ വീട് കുമ്പിടിയാണ്, മാളയടുത്ത് കുമ്പിടിയിൽ.
എൻ്റെ വീട്ടും പേര് കണ്ണമ്പള്ളിയാണ്. ഞങ്ങൾ 6 മക്കള്, അപ്പനും അമ്മയും. ചെറുപ്പം മുതൽ പള്ളിയിൽ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഒച്ചപ്പാടുണ്ടാക്കും. പ്രത്യേകിച്ചും മാസാദ്യ വെള്ളിയാഴ്ച ആണായാലും പെണ്ണായാലും പോയി കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടോളണം. അത് നിർബന്ധമാണ്. അതിന് ആ മക്കൾ കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടേ പള്ളിയിൽ പോവുള്ളൂ. പള്ളിയിൽ ചെന്ന് കുർബാനയ്ക്ക് നിൽക്കണ്ടെങ്കിൽ ആരൊക്കെ കുർബാന സ്വീകരിക്കണമെന്ന് നമ്മൾ നോക്കും. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന ഒച്ചപ്പാടൊക്കെയാണ്. പിന്നെ സ്ഥിരം പള്ളിയിൽ പോയി കുർബാനയും സ്വീകരിച്ച് കുർബാനയും കണ്ടു പോകുന്ന ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ സഹോദരങ്ങൾ, ഒരാൾ അച്ഛനുണ്ട്, ഒരാൾ സിസ്റ്ററുണ്ട്. അച്ഛൻ മിഷണറീസ് ഓഫ് ഫെയ്ത്ത് ആ സഭയിലാണ്. ചേച്ചി സിസ്റ്റർ മദർ തെരേസയുടെ കോൺവെൻറ്റിലാണ്. ഇപ്പോൾ മധുരയിൽ. ആങ്ങളെ അച്ഛൻ അമേരിക്കയിൽ. പിന്നെ ഒരു സഹോദരൻ മരിച്ചുപോയി. അവരുടെ ഭാര്യയും മക്കളൊക്കെ ഇറ്റലിയിൽ. പിന്നെ ഒരു സഹോദരി UK. ഞാനിവിടെ ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം 5 പേരുണ്ട് ഞങ്ങൾ മാതാവിനോടുള്ള ഭക്തിയിൽ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ്, പള്ളിയിലും പോയി ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ മക്കളെയാണെന്നുണ്ടെങ്കിലും ഞാൻ അതുപോലെ തന്നെ വളർത്തിക്കൊണ്ട് പോന്നേക്കുന്നത്. അവരും മര്യഭക്തിയിലാണ് വളർന്നു പോന്നേക്കണ ജീവിതമാണ്. മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് അനുഭവമാണ്. എപ്പോൾ വിളിച്ചാലും യേശും പരിശുദ്ധ അമ്മയും ഇടപെടുന്ന എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. ഇന്ന് എന്നെ വഴി നടത്തുന്നത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചിട്ടാണ്. എന്നെ രോഗത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയത്. പിന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലാണ്ട് ഞാൻ ഇരിക്കാറില്ല. ഇനിയിപ്പോൾ എന്ത് ഫംഗ്ഷന് പോയാലും എന്ത് പരിപാടിക്ക് പോയാലും 9 മണിയായാലും ഇവിടെ വന്ന്, ഇപ്പോൾ പ്രായത്തിൽ അമ്മയുണ്ട്, അമ്മയ്ക്ക് ഊടുഓർമ്മയൊന്നും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ജപമാല ചെല്ലാണ്ട് അമ്മ ഇരിക്കില്ല. എന്നിട്ട് ചോറ് കൊടുത്താൽ മതി, അതല്ലാണ്ട് അമ്മ സമ്മതിക്കില്ല. അങ്ങനെ ഇവിടെ വന്ന് ജപമാല ചെല്ലിയ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ വലിയൊരു അനുഗ്രഹം എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും. എൻ്റെ രോഗം മാറിയപ്പിന് ജപമാലയും വിശുദ്ധ ബലിയില്ലാത്ത ജീവിതം എനിക്കില്ല. അത് ഒരു ദിവസം ഇനി ഏതെങ്കിലും കാരണവശാൽ പോവാൻ പറ്റാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം മുഴുവനും മനസ്സിന് ബുദ്ധിമുട്ടാണ്. പിറ്റേ ദിവസം പള്ളി പോയെങ്കിലാണ് ആ ഒരു സന്തോഷം വീണ്ടെടുക്കാൻ പറ്റാം. ഞാൻ ആ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോഴും ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ, എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കർത്താവിനൊരു സ്തുതിപ്പുണ്ട്. നമ്മുടെ അന്നത്തെ ജീവിതവും മക്കളെയും എല്ലാവരെയും സമർപ്പിച്ച്, സഹോദരങ്ങളെയും ജീവിതത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തോട് വെച്ച് പ്രാർത്ഥിച്ച് എല്ലാവരെയും വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം സ്തുതിക്കുന്നു. ഡെയിലി സ്ഥിരം സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ ജപമാല പ്രാർത്ഥന അവസാനിപ്പിക്കാറ്. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ.